ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ എണീറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഏതെങ്കിലും ക്യാൻറ്റീനിൽ പോയി കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഗസ്റ്റ് ഹൗസ് ക്യാൻറ്റീനിലെത്തി. അവിടെ എത്തിയപ്പോൾ ഏകദേശം ഫുഡ് തീരാറായിട്ടോ, എന്നാലും ഉണ്ട്. അപ്പം അത് നമ്മളോട് പറഞ്ഞു ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എനിക്ക് ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേ വന്നു നമ്മുടെ മസാല ദോശ. അങ്ങനെ നമ്മൾ മസാല ദോശയും പിന്നെന്തായിരുന്നു കറി, എന്ത് കറിയാണോ, സാമ്പാറും പിന്നെന്തായിരുന്നു ചട്നി ആയിരുന്നു കേട്ടോ. ഇതേ സാമ്പാർ വിളമ്പിക്കൊണ്ടിരിക്കുന്നു, പിന്നെ ചട്നിയും ഉണ്ടായിരുന്നു, പിന്നെ ഒരു മുട്ട കിട്ടി, ഒരു പഴം, പിന്നെ ചായ. അങ്ങനെ നമ്മൾ ഭക്ഷണവും മേടിച്ചുകൊണ്ട് അപ്പോഴത്തേക്കിനും വേണ്ട ചായക്ക് വേണ്ടിയിട്ട് ഇപ്പം ദാദ പറഞ്ഞു അങ്ങനെ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ദാദ വേണ്ട നമുക്ക് പഴം കൊണ്ട് തന്നു കേട്ടോ, നമ്മുടെ റോക്കസ്റ്റ പഴം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ദാദ പറഞ്ഞു ചായ ഇപ്പോൾ കൊണ്ടുവരാം, നിങ്ങളവിടെ പോയി ഇരിക്കൂ, നിങ്ങൾക്ക് അവിടെ കൊണ്ടു തന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി കഴിക്കുകയാണ്. വേണ്ട മസാല ദോശയൊക്കെ തുറന്ന് കാണിക്കുകയാണ് ഗൈസ്, തുറന്ന്. അങ്ങനെ അധികം മസാലകളൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റുള്ള മസാല ദോശ കിട്ടി. അങ്ങനെ നമ്മൾ ചട്നിയും സാമ്പാറും എല്ലാം കൂട്ടി കഴിച്ചു, ഫിനിഷ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ദാദ നമുക്ക് ചായയും കൊണ്ടു തന്നു കേട്ടോ. ഇതാണ് ഗസ്റ്റ് ഹൗസ് ക്യാൻറ്റീൻ, എയിംസിൽ തന്നെയുള്ള ഫുള്ള് സെൻട്രലൈസ്ഡ് AC ആണ്. പ്രത്യേകത എന്നാണെന്നറിയാമോ, ഒരു പ്ലേറ്റിന് 60 രൂപയുള്ളൂ കേട്ടോ. എത്ര ദോശ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ 4 മസാല ദോശ കഴിച്ചു, അപ്പൂസ് 2 കഴിച്ചോളൂ. എനിക്കും 60 രൂപ, അപ്പൂസിനും 60 രൂപ. മസാല ദോശയുടെ കൂടെ സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, ചായയുണ്ട്, ഒരു ചായയുണ്ട്, ഒരു മുട്ട പുഴുങ്ങിയതുണ്ട്, ഒരു റോസ്റ്റ് അപ്പഴം ഉണ്ട്. അപ്പം 4 മസാല ദോശ, 5 മസാല ദോശ, എത്ര മസാല ദോശ വേണമെങ്കിലും കഴിക്കാം. 60 രൂപയുള്ളൂ. ഞാൻ കണക്ക് മാറിപ്പോയാൽ തോർത്ത് ഞാൻ പറഞ്ഞു ഞാൻ 4 കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു പ്ലേറ്റിന് 60 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കൂടെ 120 രൂപയാകുന്നു കേട്ടോ. അപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ ക്യാൻറ്റീനാണ്, എയിംസിൻ്റെ നല്ലൊരു സംരംഭമാണിത്. ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്, ഓരോ ദിവസം ഓരോ വെറൈറ്റിയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, മെനു ഉണ്ട്, മെനു സെപ്പറേറ്റ് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇന്ന് വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം ചിക്കൻ ബിരിയാണിയാണ്, അത് നമുക്ക് കഴിക്കാൻ വരാം. പിന്നെ ഇവിടെ ബില്ലൊന്നും ഇല്ല കേട്ടോ. ഗൂഗിൾ പേയിൽ എമൗണ്ട് പറയുന്നു, ഗൂഗിൾ പേയിൽ എമൗണ്ട് അങ്ങ് അടിച്ചാൽ മതി. അത് ഞങ്ങൾ വിശ്വാസ്യതയ്ക്ക് വേണ്ടി കാണിച്ചു തരാം. 120 രൂപ കൊടുത്തുള്ളൂ കേട്ടോ. കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ബില്ലില്ല എന്ന് പറഞ്ഞില്ലേ, 120 രൂപയാണ് ഇത് രാവിലത്തെ കാപ്പിക്ക്. അപ്പോൾ ശരി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടോ. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ ഒരു വശം. നല്ല ഭംഗിയില്ലേ കാണാൻ, ചെടികളൊക്കെ ആയിട്ട് നല്ല സൂപ്പറാണ്, നല്ല വ്യൂ ആട്ടോ. അത്രയേ ഉള്ളൂ. എന്നാൽ നമുക്ക് പിന്നെ കാണാം. ബൈ.